നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 164 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന ശ്രീ പുകഴേന്തിയെക്കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ദീപ്തമായ ഒരു സ്മരണ കൂടിയാണിത്. തിരുവനന്തപുരത്ത് ജനിച്ച അദ്ദേഹം തമ്പാനൂരിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. അന്നൊന്നും അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ നേരിൽ കാണുന്നത് മദ്രാസിൽ വെച്ചാണ്. ഇന്നത്തെ ചെന്നൈയിലെ നൂകമ്പക്കത്ത് ഉള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. എത്രയോ വർഷങ്ങൾ. അപ്പോൾ അനുഭവങ്ങളിലെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കാലവും തീയതിയും ഒന്നും കുറിച്ചു വയ്ക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഒരുപാട് ഗാനങ്ങൾ. മധുരപ്രതീക്ഷ തൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി, അപാരസുന്ദര നീലാകാശം അനന്തതേ നിൻ അപാരന്തം, ഗോപുരമുകളിൽ വസന്തചന്ദ്രനിൽ ഗോരോജന കുറി വരച്ചു, അവൾ ഗോരോജന കുറി വരച്ചു. ഈ പാട്ടുകളൊക്കെ ആർക്കും മറക്കാനാവും? അഭിനയമോഹം തിളച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം, എത്രയോ വർഷങ്ങൾ. അന്ന് മദ്രാസിലെ ഓരോ സ്റ്റുഡിയോ തോറും കയറിയിറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നെപ്പോലെ ഒരുപാട് കലാകാരന്മാർ. അങ്ങനെ ഒരു ചൂടുള്ള ദിനം ദുഃഖവും ദാരിദ്ര്യവും ഒക്കെയായി ഒരു 10 പുസ്തകം എഴുതാം. അന്നത്തെ അനുഭവങ്ങൾ. നൂകമ്പക്കത്തെ പുകഴേന്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വെള്ള ജൂബയും വെള്ള മുണ്ടുമെടുത്ത് അദ്ദേഹം ഇറങ്ങി വന്നു. വീടിൻ്റെ മുന്നിലെ ഗേറ്റ് തുറന്ന് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ഇദ്ദേഹം വാതിൽപ്പടിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, പുകഴേന്തി ചാലിനെ കാണാനായിട്ട് വന്നതാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ അവിടെ നിന്നാണോ? അപ്പോൾ എൻ്റെ നാട്ടുകാരനാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വാടിക്കുഴഞ്ഞ വാടി വീഴാനായ റോസാപുഷ്പം പോലെയാണ് എൻ്റെ മനസ്സും ശരീരവുമല്ല. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അതൊന്നും ഇവിടെ വിളമ്പുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ, അഭിനയം മോഹവുമായിട്ട് മദ്രാസിൽ വന്നതാണ്. വാഗ്നേ സ്റ്റുഡിയോയിലും പ്രസാദ് സ്റ്റുഡിയോയിലും ജെമിനി സ്റ്റുഡിയോയിലും ഒക്കെ കയറിയിറങ്ങി കാല് തേഞ്ഞു തുടങ്ങി. നിന്നെ കണ്ട അത്ര സുന്ദരനൊന്നുമല്ലല്ലോ. പക്ഷേ നേരിൽ കാണാൻ ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും. പക്ഷേ ക്യാമറയുടെ മുന്നിൽ നല്ല ഫിഗറാണെന്നാണ് പലരും പറഞ്ഞു ചേർത്തിട്ടുള്ളത്. അപ്പോൾ നീ സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ, വിനയത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിൻ്റെ മുഖം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സംസാരത്തിൽ ആറാടി. നീ വലിയ ചെക്കനുമല്ല, ചെറിയ ചെക്കനുമല്ല. അപ്പം നിനക്ക് എന്ത് റോൾ ആരോട് പറഞ്ഞ് മേടിച്ച് തരും എന്നതാണ് വിഷയം. നിനക്ക് സംഗീതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംഗീതമൊന്നും പഠിച്ചിട്ടില്ല ചേട്ടാ. ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ പാട്ടുകാരുടെ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊക്കെ മൂളും. ഭാഗ്യം.
അറിയില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ വരുന്നവരെല്ലാം അറിവുള്ളവരാണെന്നാണ് പറയുന്നത്. അതേപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? നീ തമ്പാനൂർ എവിടെയാണെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇന്ന വീടിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം ഞാൻ താമസിക്കുന്ന ആ ഇരുനില കെട്ടിടത്തിൻ്റെ ഓപ്പോസിറ്റല്ലേ എൻ്റെ അച്ഛൻ ഒരു വൈദ്യശാലയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ഓർത്തെടുക്കുന്നു നിന്നെ. പക്ഷേ ഈ അഭിനയിക്കാൻ എങ്ങനെയാണ് നിനക്ക് ചാൻസ് വാങ്ങിച്ച് തരിക എന്നുള്ളതാണ് പ്രശ്നം. നീ വല്ലതും കഴിച്ചോ? ഞാൻ പറഞ്ഞ ചായയും 2 ബ്രെഡും കഴിച്ചു. നിരുത്ത് മൂളി. അപ്പോഴും ആ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ്. അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ, കള്ളനൊന്നുമല്ല, കുറേ നേരമായി ഞാനിവിടെ നിൽക്കുന്നു, ഒന്ന് കയറ്റി ഇരുത്താമല്ലോ. സത്യത്തിൽ മറന്നുപോയടാ, നീ കയറി വാ ക്ഷമിക്കണം കയറി വാ. അങ്ങനെ കയറി സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നപ്പോൾ കുറേയധികം ഇൻസ്ട്രുമെൻസുകൾ, വീണയും തബലയും അങ്ങനെ ഒരു മൂലയിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ വെച്ചിരിക്കുന്നു. അദ്ദേഹം പല സംഗീത സംവിധായകരുമായിട്ടുള്ള ഫോട്ടോകൾ, കുറേ മെമൻറ്റോകൾ, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സിറ്റ് ഔട്ട്. അദ്ദേഹം അകത്തേക്ക് കടന്നുപോയി. തമിഴിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ട് വീണ്ടും മടങ്ങി വന്നു. നീ എൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് എന്ത് തോന്നി? സംഗീതത്തെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും കേട്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി. 1-2 പാട്ടുകൾ നിനക്ക് ഓർമ്മയുള്ളത് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ 3-4 പാട്ടുകൾ ഞാൻ പറഞ്ഞു. അത് ഏത് രാഗത്തിൽ കമ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ഏത് രാഗമാണെന്ന് നിനക്ക് പറയാനുള്ള കഴിവുണ്ടോ? ഞാനൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഭയങ്കര ക്ഷീണം, ഒരു ഗ്ലാസ് വെള്ളം നിന്നാൽ കുടിച്ചിട്ട് ഇതിന് മറുപടി പറയാം. അദ്ദേഹം ഭാഗത്തേക്ക് പോയി ഒരു വലിയ ടംബ്ലറിൽ വെള്ളം കൊണ്ട് തന്നു. രുചിമാറ്റമുണ്ട് എങ്കിലും ആ ടംബ്ലറിലെ വെള്ളം മുഴുവനും കുടിച്ച് തീർത്തിട്ട് ഞാൻ പറഞ്ഞു, രാഗവും താളവും ഈണവും എല്ലാം അറിയാമെങ്കിൽ ഞാൻ ഭാവിയിലൊരു സംഗീത സംവിധായകനാവില്ലേ ചേട്ടാ? അതിന് കഴിവില്ലാഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ അഭിനയം എന്നുള്ള മേഖല ഞാൻ തിരഞ്ഞെടുത്തത്. ഓരോരുത്തർക്ക് ഓരോ കഴിവ് വിധിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തടിയിൽ തടവി എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ ഒരു കാര്യം ചെയ്യൂ, നാളെയും മറ്റന്നാളും ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു ഓടി നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ചിലരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, നിന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. നീ എത്ര മാസം ഇവിടെ കാണും ചേട്ടാ? ഒരു 1-2 മാസം മാക്സിമം. കാരണം അതിനൊന്നും ഒരു പിടിവള്ളി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നീ എങ്ങനെയാണ് വന്നത്? അത് വളരെ നിസ്സാരം. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് പണയം വെച്ച് അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വണ്ടി കയറി ഇങ്ങി വന്നതാണ്. ഉറക്കെ ചിരിച്ചു. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ തെറ്റല്ല, ഞാൻ എൻ്റെ പഠിത്തമൊക്കെ പൂർണ്ണമാക്കാതെ മദ്രാസിലോട്ട് വിട്ടാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലം. അതിനുശേഷം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് മദ്രാസിലേക്ക് വരുന്നത്. 1929 സെപ്റ്റംബർ 27 തിരുവനന്തപുരത്ത് TK വേലപ്പൻ നായർ എന്ന പുകഴേന്തി ജനിച്ചു. 250-ൽ പരം തമിഴ്, തെലുങ്ക്, മലയാളം ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കി. 1965-ൽ മുതലാളി എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്ത് തുടക്കം.
മധുരപ്രതീക്ഷിതൻ പൂങ്കാവിൽ വെച്ചൊരു അപാരസുന്ദര നീലാകാശം, ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ, അങ്ങനെ നിരവധി പാട്ടുകൾക്ക് സംഗീതം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചന നടത്തിയത് ശ്രീ പി ഭാസ്കരൻ മാഷാണ്. 2003 ഇറങ്ങിയ പഞ്ചാക്ഷരി എന്ന ആൽബം ചെയ്തു. ദൈവഹിതത്താൽ അദ്ദേഹം വല്ലപ്പോഴും തിരുവനന്തപുരത്ത് വരികയും ആറ്റുകാലമ്മയെ വന്ന് തൊഴുത് മടങ്ങുകയും ചെയ്യാറുണ്ട്. അന്ന് അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയ ശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ മാത്രം, അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല, വാഹിനി സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം കാറിൽ പോകുന്നു. വാഹിനി സ്റ്റുഡിയോയുടെ പുറത്ത് ഞാൻ കാത്തു നിൽക്കുന്നു. ഞാനിങ്ങനെ കൈവീശി കാണിച്ചു, അദ്ദേഹവും കൈവീശി കാണിച്ചു. മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ 2005 അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും ഹോട്ടലിൽ താമസിക്കവേ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും 2005 ഫെബ്രുവരി 27 75-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ഉണ്ടായി. നൂകമ്പക്കത്തെ ആ വീട്ടിൽ ഞാൻ ചെന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. കാലമാണടാ ഓരോരുത്തരെയും ഓരോന്നാക്കി തീർക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നാകാം. ഞാനും ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പേരുടെ കൂടെ സംഗീതം പഠിക്കാനും സംഗീതത്തിൻ്റെ വഴികൾ തിരിച്ചറിയാനും ഒരുപാട് ചിത്രങ്ങൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷമാണ് എത്രയോ വർഷത്തെ കഠിന ഒടുവിലാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടാകുന്നത്. അതുപോലെ നിരാശയും അർഹതപ്പെട്ടത് ലഭിക്കാതെയുള്ള മനോവിഷമവും നമ്മെ പിന്തുടരരുത്. നമുക്കൊന്ന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനും ശരീരത്തിനുമുണ്ടെങ്കിൽ വളരെ കാലം കഴിഞ്ഞാലും നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിന് 100 അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും നിനക്ക് വേണ്ടി ചെയ്തില്ല എന്നതിൽ നിനക്കെന്നോട് പരിഭവം വേണ്ട. നീ പരിശ്രമിക്കുക. എനിക്ക് അറിയാവുന്നവരോടെല്ലാം എൻ്റെ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാനും പരിശ്രമിക്കും. ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്. നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ വന്ന് ഒരിക്കൽ കൂടെ വന്ന് കാണൂ. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തൊഴുകയോടെ ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കിതാണ്: കാലചക്രം കറങ്ങിത്തിരിയുമ്പോൾ ആരെന്താവും, ആരെന്തായിത്തീരും, ആരൊന്നും ആവില്ല എന്നൊക്കെ ഒരു മുൻവിധിയുണ്ട്. എന്തായാലും ചേട്ടനെ വന്ന് കാണാനും ചേട്ടനുമായി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 2-3 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ചേട്ടനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കാം. ശരിടാ, എങ്കിൽ പോയി വരൂ എന്ന് പറഞ്ഞ് തൊഴുകയോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്താൻ 10-16 കിലോമീറ്റർ നടക്കണം. കയ്യിൽ കാശിൻ്റെ കുറവും.
അവിടെ നിന്ന് മാറി കുറേ ഏറെ ദൂരം നടന്നു. അങ്ങനെ റെയിൽവേ ട്രാക്കിനടുത്തുള്ള റോഡിലൂടെ നടക്കുമ്പോൾ ആളുകളില്ലാത്ത ശൂന്യമായ പാതയായിരുന്നു അത്. അവിടെയുള്ള ഒരു ഒഴിഞ്ഞ തിണ്ണയിൽ ഞാൻ മലർന്നു കിടന്നുറങ്ങി. ഉറക്കമണീറ്റപ്പോൾ 6:30 മണി, സന്ധ്യയുടെ തുടക്കം. ചുവന്ന തുടുത്ത് അങ്ങ് അകലെ ഓടിയൊളിക്കുന്ന സൂര്യൻ. ആ രാവിൽ കരഞ്ഞുകൊണ്ട് ഞാൻ നടന്നു. അപ്പോൾ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാണ്: ഞാൻ എന്തായിത്തീരും എന്നുള്ള ചിന്ത. ഇത്രയും പറയുമ്പോൾ കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയ ഒരു വലിയ പ്രതിഭാധനനായ സംഗീത സംവിധായകൻ, അന്ന് അദ്ദേഹത്തെ കണ്ട ആ ഓർമ്മകൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും മായാതെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.